ഹരേ കൃഷ്ണ. നമ്മൾ നാരായണീയം 7ാമത്തെ ദശകത്തിൽ 2 ശ്ലോകം പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. പുതിയ ക്ലാസ് വരുമ്പോൾ അത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. നമ്മൾ കുറച്ച് ദിവസം വൈകിട്ടാണ് പ്രാവശ്യം ഇടാൻ പറ്റിയുള്ളൂ. 3ാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 7ാമത്തെ ദശകത്തിൽ 3ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. കോസോ മാമവദത് പുമാനിധി ജലാ പൂർണേ ജഗന്മണ്ഡലേ ദിക്ഷൂദീക്ഷ്യ കിമപ്യനീക്ഷിതവദാ വാക്യാർത്ഥമുത്പശ്യതാ ദിവ്യം വർഷസഹസ്രമാത്തതപസാ തേന ത്വമാരാധിതസ്തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ ക അസോ, കോസോ എന്നുള്ളത് പദം പിരിക്കുമ്പോൾ ക അസോ, മാം അവദത്, മാം പ്ലസ് അവദത്, മാം അവദത് എന്നുള്ളത് മാം പ്ലസ് അവദത്, പുമാൻ പ്ലസ് ഇതി, ജലാപൂർണേ ജഗത് മണ്ഡലേ, ദിക്ഷു ഉദ്ദീച്യ, ദിക്ഷൂദീച്യ, ക്ഷൂന്ന് 2 കെട്ടുപുള്ളിയുള്ള ദീർഘമാണ് വരുന്നത്. അപ്പോൾ ദിക്ഷു പ്ലസ് ഊന്നുള്ളതിൻ്റെയാണത്, ഉദ്ദീച്യ. കിം അഭി അനീക്ഷിതവത, കിമപ്പി അനീക്ഷിതവത എന്ന് വായിക്കുന്നത് പിരിക്കുമ്പോൾ കിം പ്ലസ് അഭി പ്ലസ് അനീക്ഷിതവത എന്ന് വരും. വാക്യാർത്ഥം ഉത്പശ്യത, ദിവ്യം വർഷസഹസ്രം ആത്തതപസ, സഹസ്രം പ്ലസ് ആത്തതപസ, അപ്പോൾ വർഷസഹസ്രമാത്തതപസ എന്ന് വായിക്കും. തേന ത്വം ആരാധിതഃ തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠം പ്ലസ് ഏക അത്ഭുതം, വൈകുണ്ഠമേകാത്ഭുതം. ഹരേ കൃഷ്ണ. നമുക്ക് അർത്ഥം നോക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു ഹിരണ്യഗർഭൻ, ഭഗവാൻ തന്നെ ഹിരണ്യഗർഭനായിട്ട് സത്യലോകത്ത് വന്ന് രജോ ഗുണം കൂടിയതുകൊണ്ട് എങ്ങനെയാണ് മുന്നുള്ള ഇതിൽ സൃഷ്ടിച്ചത്, മന്വന്തരങ്ങൾ സൃഷ്ടിച്ചത് എന്ന് അറിയാതെ തപസ് ചെയ്യേ എന്നുള്ള ഒരു ശബ്ദം കേട്ടു എന്ന് നമ്മൾ പഠിച്ചു. അത് ക അസോ പുമാൻ, ആരാണ്, ഏതൊരു പുരുഷനാണ്, അതാണ് പറയുന്നത്. കോസോ പുമാൻ, ഏതൊരു പുരുഷനാണ്, മാം അവദത്, മാം അവദത് പറഞ്ഞ എന്നോട് പറഞ്ഞത്. ഈ തപ എന്നുള്ള വാക്ക് വളരെ ശ്രുതി സുഖമായിട്ടുള്ള ആ വാക്ക് ആരാണ് എന്നോട് പറഞ്ഞത്. ഇതി എന്നിങ്ങനെ ജലാപൂർണേ ജഗന്മണ്ഡലേ, അവിടെ ജഗന്മണ്ഡലം മുഴുവൻ ജലം കൊണ്ട് നിറഞ്ഞതാണ്. അവിടെ താമരയിൽ ബ്രഹ്മാവ് മാത്രമേ ഉള്ളൂ, ചുറ്റും ജലം മാത്രം നിറഞ്ഞിരിക്കുമ്പോൾ ആരും വേറൊരാളവിടെ പറയാനായിട്ട് കാണുന്നില്ല. അപ്പോൾ ആരാണത് എന്നോട് പറഞ്ഞത്, ഈ ജഗത്ത് മുഴുവൻ ജലം കൊണ്ട് നിറഞ്ഞിരിക്കെ ദിക്ഷു പറഞ്ഞാൽ ദിക്കുകളിൽ ഉദ്ദീച്യ, ആരാണെന്ന് പറഞ്ഞത് വെള്ളം മാത്രമേ കാണുന്നുള്ളൂ ചുറ്റും നോക്കുമ്പോൾ. ഉദ്ദീച്യ പറഞ്ഞാൽ ചുറ്റും നോക്കിയിട്ട് കിമബി ഒന്നും തന്നെ അനീക്ഷിതവത കാണപ്പെടാത്തവനായി, ആ ഹിരണ്യഗർഭന് ഒന്നും കാണാത്തവനായി സൃഷ്ടാവിന്. എന്നിട്ട് വാക്യാർത്ഥം ഉത്പശ്യത, ഈ തപ എന്ന വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞു. കാരണം ഭഗവാന്റെ അനുഗ്രഹത്തിൽ വേദങ്ങൾ കൂടി ബ്രഹ്മാവിനൊപ്പം സൃഷ്ടി നടത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ തപ എന്ന വാക്യത്തിൻ്റെ അർത്ഥം അറിയാൻ സാധിച്ചു ആ ബ്രഹ്മാവിന്. അങ്ങനെ ദിവ്യം വർഷസഹസ്രം, 1000 ദേവവർഷക്കാലം ആത്തതപസ പറ സ്വീകരിക്കപ്പെട്ട തപസ്, 1000 ദേവവർഷക്കാലമാണ്. നമ്മുടെ ഒരു വർഷമാണ് ദേവന്മാർക്ക് ഒരു ദിവസം. അത് നമ്മൾ അങ്ങനെ കണക്കാക്കുമ്പോൾ 1000 ദേവവർഷക്കാലമാണ് ബ്രഹ്മാവ് തപസ് ചെയ്തത്. അങ്ങനെ സ്വീകരിക്കപ്പെട്ട തപസ്സോട് കൂടിയവനായിട്ട് തേന പറഞ്ഞാൽ ആ ബ്രഹ്മാവിനാൽ ആരാധിക്കപ്പെട്ടവനായ അവിടുന്ന്, ബ്രഹ്മാവിനാൽ ആരാധിക്കപ്പെട്ടവനായ അവിടുന്ന് തസ്മൈ
ആ ബ്രഹ്മാവിനായിക്കൊണ്ട് ഏകാത്ഭുതം സ്വനിലയം, ഒരേ ഒരു അത്ഭുതമായ തൻ്റെ ആ വൈകുണ്ഠം എന്ന നിലയത്തെ ദർശിതവാൻ അസി കാട്ടിക്കൊടുക്കുകയാണ്. ബ്രഹ്മാവിന് തൻ്റെ വൈകുണ്ഠ എത്ര കാലം കഴിഞ്ഞിട്ട് 1000 ദിവ്യവർഷകാലം തപസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത്. തൻ്റെ ഏകാത്ഭുതമായ വൈകുണ്ഠത്തെ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത്. തപ തപ എന്ന് ആവർത്തിച്ച് പറഞ്ഞ ശബ്ദം കേട്ടിട്ട് അത് കണ്ടെത്താൻ കഴിയാതെ ചുറ്റും വെള്ളം, ജഗത്ത് മുഴുവൻ വെള്ളം നിറഞ്ഞ് കണ്ടിട്ട് എല്ലാ ദിക്കുകളിലും നോക്കിയപ്പോൾ ജലം മാത്രമേ കാണുന്നുള്ളൂ, ആരെയും കാണാനില്ല. കേട്ട ശബ്ദത്തിൻ്റെ ഗാംഭീര്യം പുരുഷനാണെന്ന് മനസ്സിലാവുന്നു ബ്രഹ്മാവിന്. ഒരു പുരുഷ ശബ്ദം. വക്താവിനെ കാണാൻ കഴിയാതെ ബ്രഹ്മാവ് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ തപ തപ എന്നുള്ള അർത്ഥത്തിൻ്റെ ചിന്തിച്ചിട്ട് അത് തപസ് ചെയ്യാൻ, അതായത് ഏകാഗ്രതയോടെ ഇരിക്കാനാണെന്ന് മനസ്സിലാക്കിയിട്ട് തപസ് ആരംഭിക്കുന്നു. അങ്ങനെ 1000 ദിവ്യവർഷക്കാലം തപസ് നീണ്ടു നിന്ന്, അതെ മനുഷ്യരുടെ 360 വർഷം ആണ് ഒരു ദിവ്യവർഷം പറയുന്നത്. അപ്പം നമ്മുടെ ഒരു വർഷം അവർക്ക് ഒരു ദിവസമാണെന്ന് പറഞ്ഞു. 360 വർഷമാണ് അവർക്ക് ഒരു വർഷമാണ്. നമ്മുടെ 360, മനുഷ്യരുടെ 360 വർഷം ദേവന്മാർക്ക് ഒരു വർഷമാകുന്നുള്ളൂ. അങ്ങനെയുള്ള 1000 വർഷം തപസ് ചെയ്തു ബ്രഹ്മാവ്. എന്നിട്ട് ഭഗവാന്റെ ദർശനം, വൈകുണ്ഠം എന്ന നിലയത്തെ, അത്ഭുതമായ വൈകുണ്ഠത്തെ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് ശ്ലോകം 4 ചൊല്ലി നോക്കാം. 7ാമത്തെ ദശകത്തിലെ 4ാമത്തെ ശ്ലോകം. മായായത്ര കദാഭിനോ വിഗുരുദേ ഭാദേ ജഗദ്ഭ്യോ ബഹിഃ ശോകക്രോധവിമോഹസാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാഃ സാന്ദ്രാനന്ദఝരീ ച യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയദേ വൈകുണ്ഠരൂപം വിഭോ. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ മായ യത്ര കദാപി നോ വിഗുരുദേ ഭാതേ ജഗദ്ഭ്യോ ബഹിഃ. ഇവിടെ ഒന്നും പദം പിരിക്കാനില്ല. ശോക ക്രോധ വിമോഹ സാധ്വ സമുഖ, അതും പിരിച്ചു പറയേണ്ടതല്ല, ഒന്നിച്ച് വായിക്കണം. ശോക ക്രോധ വിമോഹ സാധ്വ സമുഖ ഭാവാ പ്ലസ് തു, ഭാവാസ്തു, ഭാവാഹ പ്ലസ് തു, തൂന്നേ വരുള്ളൂ, അതിനെ സാ ചേർത്ത് ഒന്നിച്ച് വായിക്കണം. ദൂരം ഗതാഹ സാന്ദ്രാനന്ദഝരി ച യത്ര പരമ ജ്യോതി പ്രകാശാത്മകേ തത്തേ, തത്തേ എന്നുള്ളത് തത് തേ, അതാണ് തത്തേ. ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠ രൂപം വിഭോ. ഹരേ കൃഷ്ണ. നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ വൈകുണ്ഠം കാണിച്ചു കൊടുക്കാൻ ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വിഭോ, ഹേ സർവശക്തനായ ഭഗവാനെ, ജഗദ്ഭ്യ ബഹിഹി, എവിടെയാണ്? ജഗത്തുകൾക്ക് പുറത്ത്, 14 ലോകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പുറത്ത്, ജഗത്തിൻ്റെയൊക്കെ പുറത്തായിട്ട്, ഭാതേ പറഞ്ഞാൽ പ്രകാശിക്കുന്നതും, പരമജ്യോതി പ്രകാശാത്മകെ പരമമായ ജ്യോതിസിൻ്റെ പ്രകാശം രൂപമായതും. അവിടെ പിന്നെ അങ്ങനെയുള്ള വൈകുണ്ഠത്തിനാണ് പറയണത്. നമ്മളത് മനസ്സിലാക്കണം. ജഗത്തിൻ്റെയൊക്കെ പുറത്താണ്, ജഗത്തിനൊന്നുമായിട്ട് ബന്ധമില്ല, അതിൻ്റെ പുറത്ത് പരമജ്യോതിസ് രൂപമായത്. അവിടെ എത്ര, എവിടെയാണോ മായ കദാപിനോ വിഗുരുതേ, ഏത് ഭാഗത്താണോ മായ ഒട്ടും വികാരമുള്ളതായി ഭവിക്കുന്നില്ല. മായയുണ്ട്, പക്ഷെ മായയ്ക്ക് അവിടെ പ്രവർത്തനമില്ല. വൈകുണ്ഠത്തിൽ ഒരിക്കലും മായ പ്രവർത്തിക്കുന്നില്ല, വികാരമുള്ളതായി ഭവിക്കുന്നില്ല. അങ്ങനെയുള്ള പിന്നീട് വിശേഷണം ശോക ക്രോധ വിമോഹ സാധ്വസമുഖാഭാവാതു, അതായത് വൈകുണ്ഠത്തിൽ എന്തൊക്കെയില്ല? ശോകമില്ല, ക്രോധമില്ല, മോഹമില്ല, വിമോഹം, പിന്നെ ഭയമില്ല, സാധ്വസം, ഭയമില്ല, ഇങ്ങനെയുള്ള ഭാവങ്ങളൊന്നും അവിടെ ഇല്ല എന്നർത്ഥം. അതെല്ലാം ദൂരംഗത, ദൂരെ പോയവയായിരിക്കുന്നു, അതായത് ഇല്ലാതായിരിക്കുന്നു. ഈ വൈകുണ്ഠത്തിൽ ഇതൊന്നുമില്ല. അങ്ങനെയുള്ള എത്ര, എവിടെ
എവിടെയാണോ അങ്ങനെയുള്ള ആ വൈകുണ്ഠത്തിൽ എവിടെയാണോ സാന്ദ്രാനന്ദ സാന്ദ്രമായ, നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ട് ഇടതടവില്ലാത്ത അല്ലെങ്കിൽ കട്ടിയുള്ള, അതൊക്കെയാണ് സാന്ദ്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ആ ഇടതടവില്ലാത്ത ആനന്ദത്തിൻ്റെ പ്രവാഹമാണ് അവിടെ ആ വൈകുണ്ഠത്തിലുള്ളത്. അങ്ങനെയുള്ള വിഭാവിതം തദ് വൈകുണ്ഠരൂപം, ബ്രഹ്മാവിന് കാണിച്ചു വിഭാവിതമായ പ്രകാശമാക്കി കൊടുത്ത ആ വൈകുണ്ഠരൂപമായ തേ ധാമ, അങ്ങയുടെ ആസ്ഥാനം വിജയിക്കട്ടെ എന്ന് പറയുന്നു. വിരാട് രൂപത്തിൻ്റെ ഉൽപ്പത്തി 5-ാം ദശകത്തിൽ വിവരിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സൃഷ്ടി എങ്ങനെ ഭഗവാന്റെ ഒരു ഈക്ഷണം കൊണ്ട് സൃഷ്ടി സംഭവിച്ചു എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ 3 ഭാവം, ത്രിഭുവനി ഭാവം, 3 ലോകങ്ങൾ സ്വീകരിച്ചായിട്ട് കാണാം. അപ്പം അതെല്ലാം ഗുണസാമ്യ വിരുദ്ധ വികൃതമായിരുന്ന മായ പ്രപഞ്ചമായിട്ട് ഭവിക്കാൻ തുടങ്ങി. എല്ലാ ലോകത്തും എല്ലാ പ്രപഞ്ചത്തിലും മായയുണ്ട്. ഗുണസാമ്യം ഇല്ലാതായി എന്നർത്ഥം. പിന്നെ ഉണ്ടായ ത്രിഭുവനങ്ങളും ഭഗവാന്റെ വിരാട് രൂപമൊക്കെ അങ്ങനെ പല തോതിലുള്ള പലതും കൂടിച്ചേർന്ന് ഉണ്ടായതാണ് ഈ പ്രപഞ്ചം. പക്ഷെ ഇവിടെ വിവരിക്കുന്ന വൈകുണ്ഠം, ഭഗവാന്റെ സൃഷ്ടിയുടെ എല്ലാ പ്രപഞ്ചത്തിലും മായ ഉണ്ട്. ഇവിടെ വിവരിക്കുന്ന വൈകുണ്ഠം ആ ജഗത്തിൽ പെടുന്നില്ല എന്നാണ് പറയുന്നത്. ആ ജഗത്തിൻ്റെയൊക്കെ പുറത്താണ്. അതാണ് ജഗദ്ഭ്യോ ബഹി പറഞ്ഞ പുറത്ത്, അതാണ് വൈകുണ്ഠമുള്ളത്. അവിടെ മായ എന്ന ഭഗവാന്റെ തന്നെ ഭാഗമാകിയാൽ വൈകുണ്ഠത്തിൽ അത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു. മായ ഇല്ല പറയാൻ പറ്റില്ല, മായ അവിടെ പ്രവർത്തിക്കുന്നില്ല. മായ പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗുണങ്ങളുടെ പ്രവർത്തനവും അവിടെ ഇല്ല. മായ പ്രവർത്തിക്കുമ്പോഴേ ഈ ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ മായ പ്രവർത്തനം എന്നെങ്കിൽ പിന്നെ എന്തൊന്നും ഉണ്ടാവില്ല? ശോക, ക്രോധ, വിമോഹ, സാധു, സമുഖ, അതൊന്നും അവിടെ ഉണ്ടാവില്ല. ഇതൊക്കെ വികാരങ്ങൾ മായയിൽ ലീനമായിട്ട് വൈകുണ്ഠത്തിലുണ്ടാകാം, പക്ഷെ അവിടെ അടുത്തൊന്നും കടന്നു ചെല്ലില്ല. ഇതൊന്നും അവിടെ ഭാവം ഉണ്ടാവില്ല എന്നർത്ഥം. ആ വൈകുണ്ഠത്തിൽ എന്താ പിന്നെയുള്ളത്? സാന്ദ്രമായ ആനന്ദത്തിൻ്റെ പ്രകാശം, ഇടതടവില്ലാത്ത ആനന്ദം, അതിൻ്റെ പ്രകാശം മാത്രമേ ഉള്ളൂ. ആ പരമജ്യോതിസിൻ്റെ പ്രകാശരൂപമാണ് ഭഗവാന്റെ. അങ്ങനെയുള്ള ആ വൈകുണ്ഠത്തെ ഭഗവാൻ ബ്രഹ്മാവിന് കാണിച്ചു കൊടുക്കുകയാണ്. ബ്രഹ്മാവിനെ ഭഗവാൻ എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടുപോയിട്ടല്ല വൈകുണ്ഠം കാട്ടിക്കൊടുക്കണം. അതും നമ്മൾ അറിയണം. എവിടെയും കൊണ്ടുപോയി വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നില്ല. അപ്പോൾ അത് നമുക്ക് 1-ാം ശ്ലോകത്തിൽ പറയേണ്ട സ്വീത രജോ വികാര വികസം കൊണ്ട് ഭഗവാനാണെന്ന് വിസ്മരിക്കണമെന്നേ ഉള്ളൂ. ഭഗവാൻ തന്നെയാണ് ഈ ബ്രഹ്മാവും. പക്ഷേ രജോ ഗുണം കൂടി സൃഷ്ടിക്ക് വേണ്ടി ഹിരണ്യഗർഭനായിട്ട് ഭഗവാൻ വന്നിരിക്കുന്നു. നമ്മൾക്ക് ഭഗവാനെ കാണണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ അത്രയും തപം പറയാൻ എന്താണ്? അത്രയും മനസ്സ് നമ്മൾ തപിക്കണം. അതാണ് ഇവിടെ ബ്രഹ്മാവിന് കാണാൻ പറ്റിയത്. വൈകുണ്ഠവും വൈകുണ്ഠവാസിയും ഓരോ വ്യക്തിയിലും ഉണ്ട്, നമ്മളിലൊക്കെ ഉണ്ട്. വൈകുണ്ഠമുണ്ട്, വൈകുണ്ഠവാസിയിലുണ്ട്, നമ്മുടെ മനസ്സിലെ വാസിയുമുണ്ട്, ഭഗവാനുമുണ്ട്. അത് ദർശിക്കാനുള്ള തപസ് മാത്രമാണ് നമുക്കില്ലാത്തത്. ആ തപസ് ബ്രഹ്മാവ് ചെയ്തു 1000 ദിവ്യവർഷക്കാലം ഏകാഗ്രതയോടെ. അങ്ങനെ തപസ് ചെയ്തപ്പോൾ ആ ബ്രഹ്മാവിന് വൈകുണ്ഠം കാണാൻ പറ്റി. എവിടെയും കൂട്ടിയിട്ട് പോയിട്ടല്ല, അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് കാണാൻ പറ്റിയിരിക്കുന്നത്. ആ ബ്രഹ്മാവ് കണ്ട വൈകുണ്ഠത്തെയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുക. ഹരേ കൃഷ്ണ നാരായണ. എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിക്കണം. പദച്ഛേദങ്ങളൊക്കെ നോക്കി തെറ്റുകൂടാതെ ചൊല്ലാൻ പഠിക്കണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.